ചീര മുറിച്ചോ? ഞാൻ പറഞ്ഞ അമ്മയോട് ഞാൻ വന്നിട്ടേ ചീര മുറിക്കാവുള്ളേന്ന്. ഇനി മുറിച്ച് കഴിഞ്ഞില്ല കേട്ടോ. ഉണ്ട് ചീരയും ചക്കക്കുരുവും എല്ലാം റെഡിയാക്കി, കൽച്ചട്ടി എല്ലാം റെഡിയാക്കി കൊണ്ട് വെച്ചേക്കും അമ്മ. ചീര, ചക്കക്കുരു, മാങ്ങ, അവിയലും ഒക്കെ. അപ്പോൾ ചീരയും ഓമയ്ക്ക ഇടുന്നുണ്ടല്ലോ. ചീര, ഓമയ്ക്ക, ചക്കക്കുരു, മാങ്ങ, അവിയൽ അടിപൊളിയായിരിക്കും. അമ്മ നട്ട ചീരയാണ്. അതുകൊണ്ട് ഇതൊക്കെ അരിയായല്ലോ. വിളഞ്ഞില്ലേ? ഉണ്ടോ? ഇത് വിളഞ്ഞില്ല. ഈ കാണുന്ന അരിയൊക്കെ കറക്കും. അതാണ് ചീരയരി. ഓമയ്ക്ക ഇട്ടോ? ഈ ഓമയ്ക്ക ഇടുന്ന ഒരു കലയാണ് കേട്ടോ. കണ്ടോ? ഞാനായിരുന്നു ഇതൊരു 50 കുത്ത് ഇപ്പോൾ കുത്തേണ്ടി വന്നു. അപ്പം പിന്നെ 2 എണ്ണം വേണം. വലിയ ഒരെണ്ണത്തിൻ്റെ ഫലവേ ഉള്ളൂ, ചെറുത് 2 എണ്ണം. ഉപ്രവിയലായിരിക്കും ഓമയ്ക്കയും ചീരയും കൂടെ. ചക്കക്കുരു, മാങ്ങ. എനിക്ക് ചക്കക്കുരു ഇഷ്ടമല്ല, ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ്. കഴുകണ്ടേ? ഓമയ്ക്ക കഴുകി വൃത്തിയാക്കി അതെ. മാങ്ങ പെറുക്കാൻ പോവാണേ അമ്മ. ഒക്കെ ഇപ്പോൾ പഴുത്ത മാങ്ങയാണേ. കുറച്ച് മധുരമുള്ള അവിയലായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല മധുരത്തിന്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും ഇത്. പക്ഷേ മധുരമാണെങ്കിലും പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കൂട്ടാൻ അങ്ങനെ ഒത്തിരി മധുരമൊന്നും കാണത്തില്ല കേട്ടോ. അമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുമോ? മാങ്ങ പെറുക്കാൻ റെഡിയാക്കി. കണ്ടോ? അടിപൊളിയാക്കി ഇട്ടേക്കുക. മാങ്ങയല്ല ഇവിടെ സെറ്റിപ്പം വീണാ കാണാം. അതുപോലെ കിട്ടിയോ? അതല്ലേലും അങ്ങനെ ആവശ്യമുള്ളപ്പോൾ കാണത്തില്ല. പശു വിളിക്കുന്നു. പശു, ഞങ്ങൾ മാങ്ങ വറുക്കാൻ വന്നേ, നിന്നെ കെട്ടാൻ വന്നാലും. അതാ ഇന്നലെയൊക്കെ കുറെ കിട്ടിയല്ലോ. മഴ പെയ്തുകൊണ്ടായിരിക്കും. ഒന്നും ആയില്ല. മോളിൽ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതിലിറങ്ങി ഞാനിവിടെ കിട്ടി. കരിയേപ്പില എല്ലാം പറമ്പിലോട്ട് ഇറങ്ങുക. ഇന്നെല്ലാം പ്രകൃതി വിഭവങ്ങളാണ് കൂട്ടാൻ. സാമ്പാറും തോരനും ഉണ്ട്, വെള്ളരിക്ക പുളിങ്കറിയുണ്ട്, പിന്നെ മെഴുക്കുവരട്ടിയുണ്ട്. 2 കൂടെ ആകുമ്പോൾ 6 കൂട്ടമായി. ഒരെണ്ണം മതി. ഗൈസ്, ഇന്ന് അമ്മയുടെ വകയുള്ള പറഞ്ഞോ എന്തോ വെക്കാൻ പോന്നേ അമ്മ ഇന്ന്? എന്തോ അവിയലാ? സ്പെഷ്യലാ? അയ്യോ, അത് നമുക്ക് വിലയില്ലെന്നും അമ്മയ്ക്കത് വിലയില്ലെന്നും പറഞ്ഞേ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കണ്ടോ ഗൈസ്? അമ്മയ്ക്ക് ഇതൊക്കെ പുച്ഛം, നിങ്ങളെ കാണിക്കാൻ ഇതൊക്കെ കളിയാക്കുമെന്നാണ് പറയുന്നത് അമ്മ. ഇത് നാടൻ അവിയലല്ലേ അമ്മ? ഇതിലേതെങ്കിലും സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചോണ്ടോ? ചീര, ചക്കക്കുരു, ഓമയ്ക്ക, പിന്നെന്താ മാങ്ങ, കോവയ്ക്കായും ഉണ്ട് ഇവിടെ. കണ്ടോ? അപ്പം എല്ലാം ഇവിടുത്തെ സാധനങ്ങളായി. അമ്മ പറയുന്ന ഇതൊന്നും ആരും അങ്ങനെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ വെക്കാൻ. എന്നാലും അമ്മ വെക്കുന്നതിനൊരു പ്രത്യേകതയില്ലയോ, അത് കാണാനാണ് ആൾക്കാർ പറയുന്നത്. ചക്കക്കുരു നമ്മളെങ്ങനെ അമ്മയെ സംഘടിപ്പിച്ചേ എന്ന് പറഞ്ഞേ? ചക്കയല്ല ഓടാ. ചക്ക പഴയത് നമ്മളെ കിടന്ന അതിനകത്ത് 5-6 കുരു എടുത്തോണ്ട്
അല്ല പിന്നെ മാങ്ങേന്ന് ചക്കക്കുരു എടുക്കാൻ പറ്റുമോ? പോടാ, വിറ്റടിക്കാൻ. ചക്കക്കുരു കളഞ്ഞതാ. ചക്കക്കുരു ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞ സാധനം. അത് കഴിഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ ആവശ്യം വന്നപ്പോ പോയി എടുത്തോണ്ട് വന്നു. പക്ഷെ അതിന്റെ ചുള വെള്ളത്തിലാണെങ്കിൽ അതിന്റെ കുരു നല്ലതല്ലയോ? ഞാനും കൂടെ അരിയാ. തീരുണ്ടായോ? പെട്ടെന്ന് തീരുണ്ടായോ? ഇല ഇതിലൊക്കെ ഇതായല്ലോ. ഇത് കളയാതെ ഇത് സൂക്ഷിച്ചു വെച്ചാൽ പറിച്ചു വെച്ചാൽ പിന്നെ നോക്കിയാ പോലെ. എന്തായാലും ഇത് കളയണ്ടേ? പിന്നെ അത് ആയി. പിന്നെ ഇത് എന്റെ സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള അമ്മയുടെ വക സ്പെഷ്യൽ ചീര അവിയൽ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോ എല്ലാം കൂടെ ഒരുപാടാവും. കുറച്ച് മതിയേ. ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞെന്ന് വെച്ചെങ്കിൽ 4 ദിവസത്തേക്കുള്ള ചീര അവിയൽ തീർന്നാ മതി. അപ്പം ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. വേണ്ടേ? സാധനങ്ങൾ അരിഞ്ഞെടുക്കണം. അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മയും പറയുന്നത് ഇനി അരിഞ്ഞെഴിഞ്ഞിട്ട് എടുക്കാം. കണ്ടോ, അമ്മ നട്ട കോലേന്ന് ഫ്രഷായിട്ട് കോവയ്ക്കുമ്പോൾ അവിയലിലിടും. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മതേ അരിഞ്ഞ് ഇത്രയും സെറ്റാക്കി. അപ്പോൾ അമ്മയ്ക്ക് ഫോൺ വന്നു. അമ്മ അരിയൽ അവിടെ നിർത്തി. കണ്ടോ, ഇവിടെ കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചീര. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അരിയണ്ടാന്ന്. ഉണ്ടോ, ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുന്നു കേട്ടോ. സൂം ചെയ്ത് കാണിക്കണം. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. വേണ്ട, ഒരുപാടായാൽ പിന്നെ അധികം വരും. ഇതാ കറക്റ്റ്, ഇത്രയും മതി. അത് മതി. ചീരയില ഈ കഷ്ണങ്ങളെല്ലാം, ബാക്കി കഷ്ണമെല്ലാം വെന്തിട്ട് ചീരയില ഇടത്തുള്ളൂ. ചീരയും മാങ്ങയും കൂടെ പിന്നെ ഇടും. അപ്പോൾ ആദ്യം ഇത്രയും കഷ്ണങ്ങൾ ഇട്ട്
വേവിക്കണം. ഇപ്പം അമ്മ ഇത്രയും മതിയോ നോക്കിയതാണ്. വേണ്ട, അത് മതി. ഒരുപാടായാൽ അധികം വരും. ഇത്രയും മതി. ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ കൂട്ടാൻ. അത് കഴുകി കൊണ്ടുവരട്ടെ. ഓമയ്ക്ക, ചീര, ചക്കക്കുരു അത്രയോ ഇത് കോവയ്ക്ക, ശരിയാ. ഇത് ചീരയില അരിഞ്ഞു വെച്ചേക്കുന്നു, കരിവേപ്പിലയും കൂടെ. അത് നമ്മുടെ കഷ്ണമെല്ലാം, ബാക്കി കഷ്ണമെല്ലാം വെന്ത് കഴിയുമ്പോഴാണ് ഈ ചീരയിലയും കൂടെ ഇടുന്നത്. മാങ്ങ എന്തായി അവിയൽ? ഞാൻ മാങ്ങ നോക്കാൻ പോയി ഗൈസ് അതിനിടയ്ക്ക്. അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ അവിയൽ വെച്ചു. പിന്നെ കൽച്ചട്ടി അവിയൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു എന്തൊക്കെയാ ചെയ്തത്? ചക്കക്കുരു, ഓമയ്ക്ക, ചീര, കോവയ്ക്ക എല്ലാം കൂടെ അരിഞ്ഞ് കഴുകി അപ്പൊ പുളി ഒഴിക്കുന്നില്ലയോ? മാങ്ങ മാത്രം. ഇത് മധുരമുള്ള മാങ്ങയല്ലയോ? ആ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, മധുരമുള്ള മാങ്ങ ഇട്ടാലും. പച്ചമാങ്ങ അത് പുളിക്കിട്ടു. ഇത് വെന്ത് കഴിയുമ്പോൾ ഒരുപാട് പിഴിഞ്ഞ് കൂട്ടാൻ കൊള്ളാം. എല്ലാം വെന്ത് പോയി ഇങ്ങനെയിട്ട് കൂട്ടാനും ഞാൻ പച്ചടി വെച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊന്നിനും വെള്ളം ഇഷ്ടമല്ല. എല്ലാം നല്ല കട്ടിയായിട്ടിരിക്കണം. പിന്നെ അവിയലും പച്ചടിയൊക്കെ അങ്ങനെയാണല്ലോ ഇരിക്കണം. പച്ചട്ടി നിറഞ്ഞോ? കൊച്ചു കൽച്ചട്ടി സാധനങ്ങളുണ്ടല്ലോ ധാരാളം. ജീരകം, തേങ്ങ, മുളക്. ഒത്തിരി അരയല്ല, വെണ്ണ പോലെ അരയല്ല, അവിയല. ചീര, മാങ്ങ, ചക്കക്കുരു. ഇത് ചക്കക്കുരു മാത്രമേ ഉള്ളൂ കുറച്ച് വേവാനുള്ളത്. മറ്റേതൊക്കെ പടപടിയെന്ന് വേവും. ആ, ഓമയ്ക്കുണ്ട്. ഉച്ചക്കലത്തേക്ക് മതിയല്ലോ. അപ്പം കൽച്ചട്ടി വെക്കുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ അവിയൽ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുക. തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തിക്കുന്നുണ്ട്, നല്ല പുകയും വരുന്നുണ്ട്. കാറ്റുള്ളതുകൊണ്ടായിരിക്കില്ലേ ഇത്രയും കത്തിയിട്ടും പുക വരുന്നത്. ഇന്നെന്തായാലും രാവിലെ തുടങ്ങിയോണ്ട് വലിയ ഈ ചൂടില്ല. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു, ഈ എന്തൊരു ചൂടായിരുന്നു.
ഇത് രാവിലെ ആയോണ്ടാ. കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടേ ചീര ഇല ഇടാവുള്ളൂ കേട്ടോ. അന്നേരം പിന്നെ ഇല അതിനകത്ത് വെന്തിങ്ങനെ കുഴഞ്ഞ് കിടക്കും, ഇലയായിട്ട് കിട്ടത്തില്ല. ഇതാ നല്ലത്. അതങ്ങ് വെന്തങ്ങ് പോകത്തില്ല, അതാ സ്വാദ് കിട്ടത്തില്ല. ഞങ്ങളുടെ മുത്തശ്ശിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മുത്തശ്ശി നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ വെക്കുമായിരുന്നു അന്ന്. അതുകൊണ്ടായിരിക്കും അമ്മയ്ക്കും അങ്ങനെ അടിപൊളിയായിട്ട് കൂട്ടാൻ വെക്കാനുള്ള കഴിവൊക്കെ കിട്ടിയത്. പിന്നെ അമ്മ വെക്കുന്ന കൂട്ടാൻ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. മരുമക്കൾക്കൊക്കെ അമ്മ വെക്കുന്ന കൂട്ടാനാണ് ഇഷ്ടം. പിന്നെ എന്നും അമ്മയെ കൊണ്ട് വെപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങളൊക്കെ തന്നെ വെക്കാൻ. വല്ലപ്പോഴും ആകുമ്പോൾ അമ്മയുടെ കൂട്ടാൻ ഇങ്ങനെ വെപ്പിക്കും. അപ്പം എല്ലാവരും നല്ല ആസ്വദിച്ച് കൂട്ടും. പ്രത്യേകിച്ച് ഇതാ ഇങ്ങനെ നാടൻ കല്ലിയട്ടിയിൽ, അതേപോലെ അടുപ്പിൽ. ഇതായി കഴിഞ്ഞാലും അടുപ്പേ നിറക്കാതെ അവിടെ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല ചൂടോടെ കൂട്ടാം. വെള്ളം പറ്റിയോ? കഷ്ണമൊക്കെ വെന്തു, വെള്ളം എല്ലാം വറ്റി. ആ തേങ്ങ ഇട്ടു. ചീര ആയോണ്ട് അപ്പൊ കറക്റ്റ് പാകത്തിനാക്കിയിട്ടേ മാറ്റാവൂന്ന് സാരം. ഇത് കൊറേ തേങ്ങ ഉണ്ടല്ലോ. ഇതൊക്കെയാ അമ്മയുടെ കറിക്ക് ടേസ്റ്റ് കൂടുന്നതിൻ്റെ കാര്യങ്ങൾ. കേട്ടോ കണ്ണാ, ഇത് കണ്ടോ? കണ്ണനെ ഇന്നലെ മാങ്ങാപ്പച്ചടിക്കകത്ത് ഇട്ടേനെ, ഇന്ന് ദേ ഇപ്പം അവിയലിനകത്ത് ഇടും. കണ്ണൻ മാങ്ങ തിന്നു. കണ്ണ എന്തോയോ കണ്ണ? മാങ്ങ മാങ്ങ മാങ്ങ. എന്തേ മുഖം ഒന്ന് കാണിച്ചേ, തിരുമുഖം ഒന്ന് കാണിച്ചേ. ദേ ഗൈസിനെ ഒന്ന് കാണിച്ചേ. നമ്മുടെ നല്ല കോലം ഗൈസ്. മാങ്ങാക്കാരനൊക്കെ ഉണ്ടായി. മാങ്ങാ കൊതിയൻ കണ്ണൻ. ആയോ അവിയല്? കഴിഞ്ഞോ? ഉണ്ടോ? വേണ്ട, ഇന്ന് അടുപ്പ് വേണ്ട. ഇന്നലെ അതേ ചോറ് വെച്ചായിരുന്നു. ഇന്ന് ഞാൻ ചോറ് ഗ്യാസിൽ തന്നെ വെച്ചു. അതുകൊണ്ട് വേണ്ടേ അടിപൊളി അടിപൊളി ചീര അവിയൽ റെഡി. ഉണ്ടോ? അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ മാങ്ങാണ്ടി മാങ്ങയായിട്ട് അങ്ങിട്ടില്ലയോ? പൂളാതെ. ആ തൊലി മാത്രം ചെത്തി അങ്ങിട്ടു. ആ അവരൊന്നും മാങ്ങാണ്ടി കൂട്ടത്തില്ല, പക്ഷെ നമ്മൾ കൂട്ടും. അവിയൽ കൂട്ടും. നന്ദൂസിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചീര നല്ലതാ കണ്ണിനെന്നൊക്കെ. അപ്പോൾ അവൻ ചിലപ്പോൾ കൂടി. അവനെ പറ്റിക്കാനൊന്നും നോക്കണ്ട, അവന് ചീര ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ മാങ്ങ, ചക്കക്കുരു, കോവയ്ക്ക, ഓമയ്ക്ക, ചീര അവിയൽ റെഡി. ഇപ്പം ഇന്നലെ പച്ചടി വെപ്പിച്ചു. ചീര അവിയൽ ആയി. അങ്ങനെ അമ്മയുടെ പണി കഴിഞ്ഞു. ചീര അവിയലിൻ്റെ പണി. അമ്മയുടെ പണിയല്ലെന്ന് കഴിഞ്ഞത്, ചീര അവിയൽ വെക്കുന്ന അമ്മയുടെ പണി കഴിഞ്ഞു.
അപ്പോൾ ഗൈസ് മാങ്ങ പച്ചടിയായി, ചീര അവിയലായി. ഇനി അടുത്ത വിഭവമായിട്ട് നാളെ വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ചീരയവിയൽ വെച്ച് കൂട്ടി ഉണ്ടാണ് കേട്ടല്ലോ അമ്മ പറഞ്ഞ, എല്ലാവരും ചീര അവിയൽ വെച്ച് കൂട്ടി ഉണ്ടോളാം. മുത്തശ്ശിയുടെ ചീര അവിയൽ വിളമ്പട്ടെ. മുത്തശ്ശിയുടെ ചീര അവിയൽ നല്ലതാ. ഇവിടെ കോവയ്ക്കൊക്കെ ഉണ്ട്, അടിപൊളി. മാങ്ങയുണ്ട്, അവിയൽ, ചക്കക്കുരു ഉണ്ട്. എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇനി 1 മണിയായി, ഊണ് കഴിക്കാം. ഊണിൻ്റെ സമയമാണേ. വേണ്ട, മുത്തശ്ശിയുടെ സ്പെഷ്യൽ ചീര അവിയലൊക്കെ വെച്ച് ചോറുണ്ട്.